നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് കണ്ടോളൂ. സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പനും നിങ്ങളെ രക്ഷിക്കില്ല. നോക്കൂ, ഇന്ന് ലോകത്തിലെല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ പലരും അവരവരുടെ മേഖലയിൽ ആത്മാർത്ഥത വളരെ കുറവാണ്. ആണോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ആ കുട്ടി രാവിലെ എണീക്കണു, വിളക്ക് വെക്കണു, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, അവൾ അടുക്കളയിൽ വേണ്ട ആഹാരമൊക്കെ പാകം ചെയ്യണു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണു, ജോലിക്ക് പോണു, വൈകുന്നേരം വന്നോ മേല് കഴുകണു, ഒരു വിളക്ക് വെക്കണു, ലളിതാ സഹസ്രനാമം എന്താ ചൊല്ലണു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവൂല്ലയോ? ഉണ്ടാവോ? എന്നാ രാവിലെ 8:30 എണീക്കണു, കുളിക്കാതെ അടുക്കളയിൽ വരുന്നു, ഒരു കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നു, വേറെ ആർക്കും വേണോന്ന് പോലും ചോദിക്കുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് ആ മുടിയൊക്കെ അങ്ങനെ തന്നെ പറത്തിയിട്ട് എന്നിട്ട് അടുക്കളയിൽ വന്ന് അമ്മ ഉണ്ടാക്കിയ പുട്ടും കടലയും പാക്ക് ചെയ്ത് ജോലിക്ക് അങ്ങോട്ട് ഇറങ്ങണു. വൈകുന്നേരം വരണു, വീട്ടിലെത്തിയിട്ട് മൊബൈൽ തോണ്ടിയിരിക്കണു. 100 പ്രാവശ്യം കഴിഞ്ഞാലേ മെയിൽ കഴുകുള്ളൂ. ഒരു നാമവും ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കണു, പോയി കിടന്നുറങ്ങണു. തോണ്ടി പുറത്തിടൂ അതിനെ. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങള് പുറത്തിടുവോ ഇല്ലയോ? ഞാൻ പാമ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. മതിയാവോ? അധികം കൊണ്ടുപോകാൻ പറ്റുമോ? പറയൂ. ഇല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ആത്മാർത്ഥതയുണ്ടാകുമ്പോഴല്ലേ ആദരവുണ്ടാവുന്നത്? ആണോ? ആത്മാർത്ഥതയില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളോട് എന്തേ സമൂഹത്തിന് ആദരവ് നഷ്ടപ്പെട്ടത്? ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുള്ളവർ വളരെ കുറവാണ്. അത് പറയാൻ നിങ്ങൾക്ക് ഒരു കുറവുമില്ല. അതാ വേറെ കാര്യം. അതാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കണം, ഓങ്കാരാദി മന്ത്രം ചൊല്ലണം, രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം, നാരായണായേതി സമർപ്പയാമി. എന്റെ കർമ്മങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ, എനിക്ക് വരുന്ന അവസരങ്ങളെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കണം. പിന്നെന്താ പറയേണ്ടത്? രണ്ടാമത്തത്, എന്തു വന്നാലും അത് ഭഗവാന്റെ ഒരു പ്രസാദ ബുദ്ധിയോടെ എനിക്ക് കാണാൻ സാധിക്കണം. ഒരു പ്രസാദ ബുദ്ധിയോടെ, അതായത് വിഷമങ്ങൾ വന്നാലും അതും വരും, അതും എല്ലാം നല്ലതിനായിരിക്കാം എന്നുള്ള രൂപത്തിൽ ഒരു മെന്റൽ പവറോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണം. മൂന്നാമത്, മറ്റുള്ളവരെ കഴിയുന്നത്ര സഹായിക്കാനുള്ളൊരു വിശാല മനസ്സെനിക്ക് വേണം. ഇതൊക്കെ കൊണ്ടു നടക്കുമ്പോഴുണ്ടല്ലോ ഒരു വ്യക്തിയിൽ ക്രമേണ മാറ്റങ്ങളും പരിവർത്തനങ്ങളും